ഹലോ ഫ്രണ്ട്സ്, ബ്യൂട്ടി ഓഫ് അനാമിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പുതിയൊരു ചോക്കറാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ട്യൂട്ടറിലേക്ക് പോകാം. ഞാൻ ആദ്യം ഒരു ബീഡ് ആഡ് ചെയ്തതിന് ശേഷം ഒരു ക്ലിപ്പ് സ്റ്റോൺ ആഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ളതാണ് കേട്ടോ ഇത്. ആദ്യം ഒരു ബീഡ് ആഡ് ചെയ്തു, അതിന് ശേഷം ക്ലിപ്പ് സ്റ്റോൺ ആഡ് ചെയ്തു. പിന്നീട് 3 ബീഡ്സ് ഞാൻ ആഡ് ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ ചെയ്തെടുത്തു. അതിന് ശേഷം പിന്നെ ഒരു 2 എണ്ണം കൂടി ഞാൻ ആഡ് ചെയ്തു അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അത് ആ ഗ്യാപ്പിൽ നമുക്ക് ബീഡ് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ബീഡ് കൂടി ഞാൻ എടുത്ത് ആദ്യത്തെയും രണ്ടാമത്തെയും ബീഡിലൂടെ കടത്തിവിടണം. അതിനുശേഷം പുറത്തേക്ക് വരുമ്പോൾ ഒരു സൈഡ് ഗ്യാപ്പ് കാണും. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബീഡ് കൂടി എടുത്ത് അതിനൂടെ ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഗ്യാപ്പ് ഫില്ലായി കിട്ടും. ശേഷം പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ അത് നല്ല രീതിയിൽ അത് കെട്ടി ഉറപ്പിച്ചെടുക്കണം. ഇപ്പോൾ തന്നെ അത് നല്ല രീതിയിൽ ടൈറ്റായിട്ടുണ്ടാവും. ഒരു രീതിയിൽ അത് ലൂസായി പോകില്ല. നല്ല ഉറപ്പിലൂടെ ആയിരിക്കും നമുക്കത് കിട്ടാൻ പോണത്. പിന്നീട് നമ്മൾ ഇതേ രീതിയിൽ ക്ലിപ്പ് സ്റ്റോൺ ആഡ് ചെയ്യുക. പിന്നീട് ഒരു 3 ബീഡ്സ് ആഡ് ചെയ്യുക. അത് റൗണ്ട് ചെയ്തെടുക്കുക. അതിൻ്റെ പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് 2 ബീഡ് ആഡ് ചെയ്ത് ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. ശേഷമാണ് ഞാനൊരു ചെയിൻ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പാർക്കിൾ വയറിൻ്റെ എൻഡിലായിട്ട് ഒരു ഷുഗർ ബീഡ് ആഡ് ചെയ്ത് ആ ചെയിനിൻ്റെ അറ്റത്തായിട്ട് അത് ചുറ്റിയെടുത്ത് കെട്ടി ഉറപ്പിക്കണം. ഇത് ക്ലിപ്പ് സ്റ്റോണിൻ്റെ ഉള്ളിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിലേക്ക് മാത്രം നമ്മളത് ചെയ്താൽ മതിയാകും. എല്ലാ ക്ലിപ്പ് സ്റ്റോണും ആ ചെയിനിൻ്റെ ഒരു ഐയിലൂടെ നമ്മൾ ഉറപ്പിച്ച് കെട്ടിയെടുക്കണം. ബാക്കി വന്നത് നമ്മൾ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കളയുകയും വേണം. വീഡിയോയിൽ കാണിക്കാത്തൊരു കാര്യമുണ്ട്. ഞാൻ അതിൻ്റെ എഡ്ജിലായിട്ടൊരു ജംപറിങ് ആഡ് ചെയ്ത് അതിൻ്റെ ഒപ്പം ലോബ്സ്റ്ററും ആഡ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കൊരു ചോക്കർ തയ്യാറാകുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. നിങ്ങൾ അഭിപ്രായങ്ങളും പറയണം.